ആയത്തുൽ കുർസി അള്ളാഹുവിന്റെ വലിയ സംരക്ഷണം ഉണ്ടാവും. ആയത്തുൽ കുർസി ഓതിയാല് അള്ളാഹുവിന്റെ വലിയ സംരക്ഷണം ഉണ്ടാവും. ആയത്തുൽ കുർസി ഓതിയാല് ദോഷങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, തെറ്റ് ചെയ്യാതെ അള്ളാഹു സംരക്ഷിക്കും ആയത്തുൽ കുർസി ഓതിയാല്. പിന്നെയോ ആയത്തുൽ കുർസി ഓതും പോലെ ദോഷങ്ങൾ അങ്ങനെ പുറത്തെടുക്കും. കേട്ടോളിട്ടോ, കുളിയണേ, ദോഷങ്ങൾ ഇങ്ങനെ പുറത്തെടുക്കും. മനസ്സിന് നല്ല ശാന്തിയും സമാധാനം കിട്ടും. ഏത് ഓതിയാല്? ആയത്തുൽ കുർസി ഓതുന്ന പോലെ മനസ്സിന് നല്ല ശാന്തിയും സമാധാനം കിട്ടും. പിന്നെയോ ആയത്തുൽ കുർസി ഓതുന്നതിന് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ കാരണമാണ്. ആയത്തുൽ കുർസി ഓതുന്നവർക്ക് അള്ളാഹു നല്ലോണം റഹ്മത്ത് തരും. കേൾക്കണ്ടോ? നല്ലതുപോലെ പഠിച്ച റഹ്മത്ത് തരും ആയത്തുൽ കുർസി പതിവാക്കിയാൽ. പിന്നെ ആയത്തുൽ കുർസി ഓതുന്നവരെ ഈമാൻ അല്ലാഹ്, ഈമാൻ ഇങ്ങനെ സംശയം വരില്ല. അതുണ്ടോ, ഇതുണ്ടോ, അള്ളണ്ടോ, മുത്തനബി ഉണ്ടോ, ആ പറഞ്ഞ ശരിയാണോ, ഇങ്ങനെ ശരിയാണോ, മഹാന്മാർ സഹായിക്കുമോ, അത് ശരിയാണോ, ഇത് ശരിയാണോ, ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടോ, അങ്ങനെ ഉണ്ടോ, തെറ്റിദ്ധാരണ, ശക്കുണ്ടല്ലോ, സംശയം വരാന്നുള്ളത്. ഈ സംശയം വരാന്നുള്ളത് എങ്ങനെ വരുന്ന? ഈ സംശയം വരാന്നുള്ളത് എങ്ങനെ വരുന്നതാ? അത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി തോന്നിപ്പിക്കുന്ന കാര്യം. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി തോന്നിപ്പിക്കുന്ന വിഷയമാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ് മനസ്സിൽ അത് തോന്നിപ്പിക്കുക, ഓരോ സംശയം. അതുകൊണ്ടാണല്ലോ തവാഫ് ചെയ്യുമ്പോൾ നമ്മൾ ദ്വാരിക്കണം, പഠിച്ചോനെ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക നഊദു ബിക മിനശ്ശക്കി വശ്ശിർക്കി, ശിർക്കിൽ നിന്നും ശക്കിൽ നിന്നും അല്ലാഹുവേ ഞാൻ കാവൽ ചോദിച്ചു. ശക്ക് ഭയങ്കരമാണ്. ശക്ക് കുടുംബജീവിതം തകർക്കും അല്ലേ? എല്ലാത്തിനും ശക്ക. കുടുംബജീവിതം തകർക്കും, ബിസിനസ് തകർക്കും. ശക്ക് ഉണ്ടായാലും സംശയം ഉണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. സംശയരോഗം ഉണ്ടല്ലോ, അത് മനസ്സിൽ നിന്ന് മാറ്റുക. അതുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. ഉറപ്പാണ്, 100ക്ക് 100 ഒന്നും നടക്കില്ല. ഇന്നാ നഊദു ബിക മിനശ്ശക്കി വശ്ശിർക്കി. തവാഫ് ചെയ്യുമ്പോൾ ദ്വാരിക്കണ ദുആയാണ്. ഉംറ ചെയ്തോൽക്കറിയാം. തവാഫ് ചെയ്യുമ്പോൾ ദ്വാരിക്കണ ദുആയാണ് ശക്ക്, സംശയം, സംശയരോഗം. സംശയരോഗം പല രൂപത്തിലുണ്ട്. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ സംശയം, മാതാപിതാക്കളും മക്കള് തമ്മിൽ സംശയം, ഇളച്ചി മൂത്തച്ചി കുടുംബക്കാര്, ഓനെന്റെ എന്തെങ്കിലും ചെയ്തണോ, ഓ ഫുഡിൽ എന്തെങ്കിലും ഇട്ടുകണോ, ഭക്ഷണത്തിൽ എന്തെങ്കിലും ഇട്ടുകണോ, ബിസിനസ് ഓൻ വല്ല പൈസ വലിച്ചിട്ടുണ്ടോ, ഓനെ പറ്റിക്കണുണ്ടോ, എല്ലാത്തിലും സംശയം വന്നാൽ കഴിഞ്ഞില്ലേ? സംശയം വന്നാൽ കഴിഞ്ഞു. ഓനക്ക് പണിയിരുന്നുണ്ടോ? അങ്ങനെയാണ്. അള്ളാഹ് കാക്കട്ടെ. അപ്പൊ പിന്നെ ശക്ക് ഉണ്ടാവില്ല. ആയത്തുൽ കുർസി ഓതിയാല് ഈമാനിന് ബലം കൂടും. ഇബ്ലീസ് ഇങ്ങനെ വന്ന് തോന്നിപ്പിക്കും, ഇങ്ങനെ നിസ്കരിച്ചിട്ട് എന്താ കിട്ടുന്നത്, ഇങ്ങനെ സുബൈന്റെ മുമ്പ് എണീറ്റ് താജുസ്കരിക്കണം, എനിക്ക് എന്താ കിട്ടിയത്, എനിക്ക് എത്ര കൊല്ലായിട്ട് കുട്ടികളുണ്ടായോ? ഇബ്ലീസ് ഇങ്ങനെ ശരിയല്ലേ? ഇബ്ലീസ് ഇങ്ങനെ തോന്നിപ്പിക്കും, നിസ്കാരമൊന്നും ഇല്ലടാ, നിസ്കാരമൊന്നുമില്ല, അള്ളാഹ് പറഞ്ഞ സാധനമില്ല. ഇബ്ലീസ് ഇങ്ങനെ തോന്നിപ്പിക്കും. അപ്പൊ ഇബ്ലീസിന്റെ തോന്നൽ തന്നെ ഉണ്ടാവും. അതിന് ആയത്തുൽ കുർസി. മനസ്സിലായല്ലോ? മറ്റൊന്ന്, മരണസമയത്ത് വലിയ കാവലുണ്ടാവും.